സാബി അലൻസോ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്നു റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ സാന്റിയാഗോ ബെർണാബിൽ ചാമ്പ്യൻസ് ലീഗ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മോട്ടിവേഷനാണ് എന്നുള്ളത്. എന്തായാലും സാബി അലൻസോയുടെ അണ്ടറിലുള്ള റയൽ മാഡ്രിഡ് ടീമിൻ്റെ ഫസ്റ്റ് UCL മാച്ച് വേഴ്സസ് മാഴ്സിയെ കഴിഞ്ഞു 2-1 എന്നുള്ളൊരു സ്കോറിന് റയൽ മാഡ്രിഡ് റമോന്താദ അടിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു റമോന്താദ റയൽ മാഡ്രിഡ് അടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാച്ചിൽ കുറേ പോസിറ്റീവ് സൈൻ ഉണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ട്, പറയാൻ കുറച്ചുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് തന്നെ നമുക്ക് സാബി അലൻസോ ഇറക്കി വിട്ട ലൈനപ്പ് ഗോൾ കീപ്പർ തിബോ കോർട്ടുവ, ഹ്യൂസണും മിലിറ്റാവും ആ ഒരു കോംബോ തന്നെ. കാരണം റൂഡിഗർ ഇല്ല, പിന്നെ അലാബെ ട്രൈ ചെയ്യാറുമില്ല സാബി അലൻസോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് പലപ്പോഴും ഇറക്കാനുള്ളത്. അതിന് മിലിറ്റാവും ഹ്യൂസണുമാണ് ഫസ്റ്റ് ടൈമിൽ ഇറങ്ങിയിട്ടുള്ളത്. റൈറ്റ് ബാക്ക് ആയിട്ട് ഒഫൻസീവ് ആയിട്ടുള്ള ട്രെൻഡിനെയാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. അത് ഒരു 5ാമത്തെ മിനിറ്റ് ആയ സമയത്ത് അദ്ദേഹത്തിന് ഹാംസ്ട്രിങ്ങിന് ഇഞ്ചുറി വന്നു. പിന്നെ അദ്ദേഹത്തിന് പകരം ഡാനി കാർവഹാൾ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കരേരാസ് തന്നെ, പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് ചുമാനിയും, പിന്നെ ഗൂളറും വാൽവർദയും ഒരു ഒഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് വിങ്ങിൽ വിനി ജൂനിയർക്ക് പകരം റോഡ്രിഗോയാണ് ഇറക്കിയിട്ടുള്ളത്. അത് നല്ലൊരു തീരുമാനമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നി. വിനി ജൂനിയർ മോശമായതുകൊണ്ടല്ല, റോഡ്രിഗോയുടെ ഒരു കഴിഞ്ഞ മാച്ചിലെ കോൺട്രിബ്യൂഷൻ അത്യാവശ്യം നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ആദ്യത്തെ ഒരു പെനാൽറ്റിയൊക്കെ റോഡ്രിഗോ കാരണം കിട്ടിയതാണ് നമുക്കറിയാം. പിന്നെ എംബാപ്പെ സ്ട്രൈക്കർ, ഓഫ് കോഴ്സ് അദ്ദേഹം തന്നെയാണല്ലോ അവിടെ ഉണ്ടാവുക. ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ചും എംബാപ്പെ തന്നെയാണ്, 2 ഗോൾ സ്കോർ ചെയ്തിട്ട്. പിന്നെ റൈറ്റ് വിങ്ങിൽ മസ്തൻ തുവാനോ, അത് നല്ലൊരു തീരുമാനമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു റൈറ്റ് വിങ്ങിൽ പ്രോപ്പർ ഫിറ്റ് റയൽ മാഡ്രിഡ് ടീമിൽ കറൻലി ഇപ്പോൾ ബ്രൈം ഡയസ് ഒന്നുമല്ല, റോഡ്രിഗോയുമല്ല, മസ്തൻ തുവാനാണ് ആ ഒരു റൈറ്റ് വിങ്ങിൽ പ്രോപ്പർ ഫിറ്റ്. അത് കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹം തെളിയിച്ചു. സംഭവം ശരിയാണ്, ഗോളൊന്നും മസ്തൻ തുവാൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല, അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലാതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറേ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു, കുറേ ട്രൈകൾ ഉണ്ടായിരുന്നു. ഇതുവരെ അദ്ദേഹത്തിന് ഒരു ഡെബ്യൂ ഗോൾ റയൽ മാഡ്രിഡിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതൊരു സത്യം തന്നെയാണ്. ഇന്നലത്തെ ഒരു ബോൾ അദ്ദേഹത്തിൻ്റെ വുഡ് വർക്കിലൊക്കെ തട്ടിപ്പോയിട്ടുണ്ട്, നമുക്കറിയാം ഓൾറെഡി. അപ്പോൾ ഈ ഒരു പ്ലേയിങ് ഇലവൻ കൊണ്ടാണ് റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ സാബി അലൻസോ ടീമിനെ ഇറക്കി വിട്ടിട്ടുള്ളത്. പിന്നെ ബെല്ലിംഗാമും കാമവിംഗയും ഇഞ്ചുറി കഴിഞ്ഞ് സ്ക്വാഡിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ഇറക്കിയിട്ടില്ല. അടുത്ത മാച്ചിൽ വരും ലാലിഗ മാച്ചസിൽ അവരെ കുറച്ച് മിനിറ്റൊക്കെ ട്രൈ ചെയ്ത് പിന്നെ ആയിരിക്കും UCL പോലത്തെ ടൈറ്റ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സരങ്ങളിൽ ഇറക്കി വിടുക എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മാസിയായിട്ടുള്ള മത്സരമാണെങ്കിലും ബെർണാബിയിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ടൈറ്റ് മാച്ചായിരുന്നു. എന്താ പറയുക, ബോഡി ഇട്ട് നല്ലപോലെ കളിക്കേണ്ട പ്ലെയർ ഒരു ടീം തന്നെയാണ്. 15 തവണ UCL ചാമ്പ്യൻസ് ആയിട്ടുള്ള റയൽ മാഡ്രിഡും 1 തവണ UCL ചാമ്പ്യൻ ആയിട്ടുള്ള മാഴ്സിയും തമ്മിലുള്ള മാച്ചാണ്. മാഴ്സിയിൽ മാർഷൽ ഗ്രീൻവുഡും ഒബാമിയാങ്ങും അവർ രണ്ടുപേരും അടങ്ങുന്ന ഒരു മെയിൻ അറ്റാക്കിലൂടെയാണ് അവർ കളി സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ മാച്ചിൽ മാഴ്സിയുടെ എടുത്ത് പറയേണ്ട പേര് എന്ന് പറഞ്ഞാൽ മാഴ്സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള റൂളിയാണ്. 13 സേവാണ് ചെങ്ങായി ഓപ്പൺ പ്ലേയിൽ നടത്തിയത്, അതും 10 എണ്ണം ഫ്രം ഇൻസൈഡ് ദ ബോക്സ്. പുള്ളി ഇന്നലെ ഭയങ്കര സേവായിരുന്നു. അതാണ് ഇന്നലെ റയൽ മാഡ്രിഡ് ഓപ്പൺ പ്ലേയിൽ ഗോൾ കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത്. വന്നത് 2 പെനാൽറ്റിയിലാണ്, നമുക്കറിയാം. എംബാപ്പെ 2 ഗോൾ സ്കോർ ചെയ്തത് പെനാൽറ്റിയിലാണ്. ഓപ്പൺ പ്ലേയിൽ പറ്റുന്നില്ല, കാരണം പുള്ളി സേവ് ചെയ്യാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 2 വുഡ് വർക്കിലേക്ക് എംബാപ്പേൻ്റെ ഒരു ഷോട്ടും മസ്തൻ തുവാൻ്റെ ഒരു ഷോട്ടും വുഡ് വർക്കിലേക്ക് തട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു മാഴ്സിയ ടീം കഴിഞ്ഞ ദിവസം. ഫസ്റ്റ് തന്നെ എംബാപ്പയുടെ ഒരു ബൈസിക്കിൾ കിക്കോട് കൂടിയാണ് റയൽ മാഡ്രിഡ് ടീം അവരുടെ അറ്റാക്ക് ബെർണാബിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് കരേരാസ് ഒരു ബോൾ ക്രോസ് ചെയ്ത് കൊടുക്കുന്നു, അത് മാഴ്സിയുടെ ഒരു ഡിഫൻഡറിൻ്റെ ബോൾ തട്ടി ഇങ്ങനെ എയറിൽ നിൽക്കുന്നു. എംബാപ്പെ ബൈസിക്കിൾ കിക്ക് അടിക്കുന്നു, പക്ഷേ അത് റൈറ്റിലോട്ട് അങ്ങനെ പോയി, ആ ഒരു ബോൾ അങ്ങനെ പോയി, ഗോളായില്ല. അങ്ങനെ പോയി ബൈസിക്കിൾ കിക്കിൽ അത് ഗോളായില്ല. പിന്നെയാണ് നമ്മുടെ ആർദെ ഗൂളറിൻ്റെ കയ്യിൽ നിന്നും സെൻറ്ററിൽ നിന്നൊരു ബോൾ മിസ്സാവുന്നു. ആ ബോൾ മിസ്സായി അദ്ദേഹം അതിനൊന്ന് നന്നായിട്ടൊന്ന് ചാർജ് ചെയ്തത് പോലുമില്ല. എനിക്കറിയില്ല എന്താ പറ്റിയത്. ആർദെ ഗൂളർ എന്ന് പറഞ്ഞ സാബി അലൻസോയുടെ ടീമിൽ എപ്പോഴും സ്ഥാനമുള്ളൊരു ടീമാണ്, അറ്റാക്കിംഗ് അടിപൊളിയാണ്. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ റയൽ സോസിഡാദിനെതിരെ നല്ലൊരു പെർഫോമൻസ് ആർദെ ഗൂളറിന് കണ്ടു. ആ ഒരു ഗൂളർ എംബാപ്പെ കോമ്പിനേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ആർദെ ഗൂളർ ആ ഒരു സത്യമായി പറയില്ല, ആ ഒരു ബോൾ മിസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒന്ന് ബോൾ എടുക്കാൻ പോലും പോയില്ല ഗ്രീൻവുഡിൻ്റെ അല്ലേ. സംഭവം ശരിയാണ്, ഗ്രീൻവുഡ് അത്യാവശ്യം നല്ലൊരു പേസ്ഫുൾ ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. ചിലപ്പോൾ എത്തില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു. ട്രൈ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അവിടെ ആ ഒരു തംതി വേക്ക ആ ഒരു ബോൾ ചിലപ്പോൾ മേ ബി കിട്ടില്ലായിരുന്നു അത്രയും ഫ്രീ ആയിട്ട്. മാർഷൽ ഗ്രീൻവുഡ് ആ ഒരു ബോൾ എടുക്കുന്നു, ബോൾ എടുത്ത് നേരെ ഹാഫിലോട്ട് വരുന്നു. അപ്പോൾ അതിലെങ്ങനെ ഓടുന്നു, റൈറ്റിലൂടെ അങ്ങനെ ഓടുന്നു, അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ആ ബോൾ കൊടുക്കുന്നു, ഷോട്ട് എടുക്കുന്നു, പവർഫുൾ ഷോട്ട്. ഇപ്പോൾ തിബോ കോർട്ടുവ സിംപ്ലി ബീറ്റണായത്. അങ്ങനെ മാഴ്സിയാണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്ത് മുന്നിലെത്തുന്നത്. റയൽ മാഡ്രിഡിനെതിരെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അതും ബെർണാബിയിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവരത് നടത്തി, അതിൻ്റേതായുള്ള സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പോസിറ്റുള്ളത് റയൽ മാഡ്രിഡാണ്, വിശ്വസിക്കാൻ പറ്റില്ല, അവന്മാർ തിരിച്ചു വരും എന്നുള്ള കാര്യം നമുക്കറിയാം. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്തായാലും അത് കഴിഞ്ഞ്
ആ മാർഷൽ ഗ്രീൻവുഡിൻ്റെ അസിസ്റ്റിൽ നിന്നും ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ മാഴ്സിയ 1-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് മസ്തൻ തുവാനാൻ്റെ ഒരു നല്ലൊരു ട്രൈ ഉണ്ടായിരുന്നു റൈറ്റ് വിങ്ങിലൂടെ. ഓക്കെ, അദ്ദേഹം ആ ഒരു ബോൾ ഫിസിക്കലി ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ആ ഒരു ബോൾ പോസ്റ്റിൻ്റെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അദ്ദേഹം ഒരു ചെറിയൊരു ഷോട്ട് എടുക്കുന്നു, അത് വുഡ് വർക്കിൽ തട്ടിപ്പോയി. പക്ഷേ ഗോൾ കീപ്പർ അവിടെ ഒരു ഫൗൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഷോട്ട് എടുത്തത് കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് അതൊരു ഫൗളല്ല. വി നോ ദാറ്റ്. ഓക്കെ, അങ്ങനെ മസ്തൻ തുവാൻ്റെ ആ ഒരു ട്രൈ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എംബാപ്പയുടെ ഒരു ബോൾ മസ്തൻ തുവാനക്ക് കിട്ടുന്നു. മസ്തൻ തുവാനക്ക് ഫ്രീ ആയിരുന്നു ഗോൾ കീപ്പർ മാത്രം മുന്നിൽ. ഓക്കെ, ആ ഒരു ബോള് മസ്തൻ തുവാനോ ഈസി ആയിട്ട് അടിച്ചു. അതും സെൻറ്ററിലേക്ക് അടിച്ചു. ഗോൾ കീപ്പറിനെ അണ്ണാക്കി അടിച്ചു കൊടുക്കാന്ന് പറയില്ല, അതുപോലെ അടിച്ചു കൊടുത്തു. ഒന്ന് സൈഡിലേക്ക് ആയിരുന്നു, അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ഗോളായിരുന്നു. ചിലപ്പോൾ ഗ്രൗണ്ട് അടിച്ചിരുന്നുണ്ടെങ്കിൽ അതൊരു ഗോളായിരുന്നു. ഇതൊരു എന്താ പറയുക, ഒരു മീഡിയം ഗ്രൗണ്ട് ലെവൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷോട്ടാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. അങ്ങനെ മസ്തൻ തുവാന ആ ഒരു ചാൻസ് മിസ് ചെയ്യുന്നു. പക്ഷേ മസ്തൻ തുവാന കളിച്ചു, അത്യാവശ്യം നല്ലപോലെ തന്നെ കളിച്ചു. പിന്നെ 5ാമത്തെ മിനിറ്റെല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ട്രെൻഡ് അലക്സാണ്ടറിനോടിന് ഇഞ്ചുറി ആയിട്ട് അദ്ദേഹം കയറി പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹാംസ്ട്രിങ്ങിന് ഇഞ്ചുറിയാണ്. പകരം ഡാനി കാർവാൾ ഇറങ്ങി. ഓക്കെ, പിന്നെയാണ് മറ്റേ റോഡ്രിഗോ ലെഫ്റ്റിലൂടെ ഇൻസൈഡിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നു. മാഴ്സിയയുടെ ഡിഫൻഡർ അതിൻ്റെ ഇടയിൽ കൂടെ കാലിടുന്നു. റോഡ്രിഗോ അത് ബോൾ ഡ്രിബിൾ ചെയ്യുന്നു. പക്ഷേ കാലിമ തട്ടി റോഡ്രിഗോ വീഴുന്നു. റയൽ മാഡ്രിഡിന് പെനാൽറ്റി കിട്ടുന്നു. ഓക്കെ, അങ്ങനെ റയൽ മാഡ്രിഡിന് പെനാൽറ്റി കിട്ടി. എംബാപ്പെ അത് ഈസി ആയിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. 1-1 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. ഓക്കെ, എംബാപ്പയുടെ അത് 49ാമത്തെ ഗോളാണ് റയൽ മാഡ്രിഡ് ടീമിൽ. കഴിഞ്ഞ സീസണിൽ വന്ന പ്ലെയറാണ്. 49 ഗോളായി ഇപ്പോൾ കറൻലി റയൽ മാഡ്രിഡിൽ. ഓക്കെ, അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്ന അറ്റാക്ക്. പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് തുടക്കം തന്നെ എംബാപ്പയുടെ ഒരു ലോ ക്രോസ് ഷോട്ട് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഫ്ലാറ്റ് ഷോട്ട്. അത് പക്ഷേ മാഴ്സിയയുടെ ഡിഫൻഡറിൻ്റെ ദേഹത്ത് തട്ടി നേരെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് ബാറിയമ്മ തട്ടിപ്പോയി. ഓക്കെ, അതും നല്ലൊരു ഷോട്ടായിരുന്നു എംബാപ്പേൻ്റെ ഭാഗത്തു നിന്നും. പിന്നെയാണ് 63ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയെ പിൻവലിച്ച് വിനി ജൂനിയറിനെ കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സാബി അലോൻസോ നടത്തി. വിനി ജൂനിയറിനെ കൊണ്ടുവന്നതും അറ്റാക്കിങ്ങിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടായി. പക്ഷേ എന്താ പ്രശ്നം അറിയോ, വിനി ജൂനിയറിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഓൺ ടാർഗറ്റ് ഷോട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എംബാപ്പെ ആയിക്കോട്ടെ മസ്തൻ തുവാന ആയിക്കോട്ടെ ഇവരൊക്കെ ഷോട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സേവ് ചെയ്ത് കളയണം. റൂളി മാഴ്സിയ ഗോൾ കീപ്പർ കിഡിലൻ സേവ് ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ. അതാണ് ഒരു ഓപ്പൺ പ്ലേ ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു റയൽ മാഡ്രിഡ് ടീം കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത്. പിന്നെയായിരുന്നു വിനി ജൂനിയറിൻ്റെ ആ ഒരു 82ാമത്തെ മിനിറ്റിൽ ഐ തിങ്ക് വിനി ജൂനിയർ ഒരു ബോൾ ബോക്സിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു. ആ ബോൾ ബോക്സിൻ്റെ ഉള്ളിൽ പോയ സമയത്ത് അതേ ഡ്രിബിളായി എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ ഒരു ബോൾ വീണ സമയത്ത് മാഴ്സിയയുടെ ഡിഫൻഡറിൻ്റെ കൈമ തട്ടിയ ആ ഒരു ബോൾ ഡിഫൻഡറിൻ്റെ കൈമ തട്ടിയപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് അത് റഫറി പെനാൽറ്റി വിളിച്ചു. ഹാൻഡ് ബോൾ ഇങ്ങനെ കാണിച്ചിട്ട് പെനാൽറ്റി വിളിച്ചു. പിന്നെ ആ ഒരു ബോളും എദർ മിലിറ്റാവോൻ്റെ ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ ബോക്സിലുള്ള ആ ഒരു ബോളും തമ്മിൽ പലരും കമ്പയർ ചെയ്യുന്നുണ്ട്. ആ ബോൾ പ്രോപ്പർ ബോഡിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബോളല്ലേ എദർ മിലിറ്റാവോൻ്റെ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ ചിലപ്പോൾ വിനീഷ്യസ് ജൂനിയറിന് തന്നെ തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ആ ബോള് മറ്റേ മാഴ്സിയയുടെ ഡിഫൻഡറിൻ്റെ ദേഹത്ത് കൈമ തട്ടുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു റഫറി ആ ഒരു പെനാൽറ്റി കൊടുത്ത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മറ്റേത് പ്രോപ്പർ ഇങ്ങനെയാണ് എദർ മിലിറ്റാവോൻ്റെ പ്രോപ്പർ ഇവിടെയാണ് തട്ടിയിട്ടുള്ളത്. അതൊരിക്കലും ഒരു പെനാൽറ്റി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി. എന്തായാലും ആ ഒരു പെനാൽറ്റി കിട്ടുന്നു. എംബാപ്പെ വീണ്ടും സ്കോർ ചെയ്യുന്നു. 50ാമത്തെ ഗോൾ റയൽ മാഡ്രിഡിന് വേണ്ടി എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുന്നു. എത്ര പെട്ടെന്നല്ലേ 50 ഗോള് എംബാപ്പെ റയൽ മാഡ്രിഡിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത്. വിനി ജൂനിയറൊക്കെ ഇപ്പോൾ എനിക്ക് 104 105 കയറ്റ ഗോളാണ് റയൽ മാഡ്രിഡിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു സീസണോ അല്ലെങ്കിൽ 1-2 സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബാപ്പെ അതൊക്കെ ഈസി ആയിട്ട് മറികടക്കും ചിലപ്പോൾ, എനിക്ക് തോന്നുന്ന കാര്യമാണത്. പിന്നെ അതുപോലെ തന്നെ എംബാപ്പെ 7th ഓൾ ടൈം ടോപ്പ് സ്കോററായി ചാമ്പ്യൻസ് ലീഗിൽ. ഓക്കെ, 7ാമത്തെ. അദ്ദേഹം 56 ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 7ാമത്തെ ഓൾ ടൈം ടോപ്പ് സ്കോററായി. പലരും പറയുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 140ാമത്തെ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് ഗോൾ സ്കോറർ എന്നുള്ളത് എംബാപ്പെ ചിലപ്പോൾ തകർക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അറിയില്ല, എന്തായാലും ചിലപ്പോൾ ഈ പോക്കുവാണെങ്കിൽ ചിലപ്പോൾ തകർക്കും, പറയാൻ പറ്റില്ല. ഓരോ സീസണിലും അതായത് ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഇതുപോലത്തെ ടൂർണമെൻറ്റിൽ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യാൻ അടിപൊളിയാണ്. ഓക്കെ, പക്ഷെ എംബാപ്പയുടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്, ഞാൻ പറയുന്നതേ ഉള്ളൂ. എംബാപ്പെ ആ ഒരു ടീമിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊന്നും ഫോം ആവുന്നില്ല. ഓക്കെ, ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. എംബാപ്പെ മാത്രം ഫോം ആവുന്നുള്ളൂ. ഇപ്പോൾ എംബാപ്പെ ഉണ്ടെന്നുണ്ടെങ്കിൽ റോഡ്രിഗോ ഫോം ആവുന്നില്ല, എംബാപ്പെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിനി ഫോം ആവുന്നില്ല, മസ്തൻ തുവാന ഫോം ആവുന്നുണ്ട്. ഓക്കെ, മസ്തൻ തുവാന ഇപ്പോൾ കഴിഞ്ഞ മാച്ചിലൊക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കൊടുത്തു. പക്ഷേ വിനിയൊക്കെ ടോപ്പ് ക്ലാസ് പ്ലെയറാണ്, റോഡ്രിഗോ ടോപ്പ് ക്ലാസ് പ്ലെയറാണ്. ഇവന്മാരൊക്കെ എംബാപ്പെ ഉള്ളത് കൊണ്ട് ഫോം ആവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗോൾ സ്കോർ ചെയ്യുന്നില്ല ഇപ്പോൾ കറൻലി ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഒരു മത്സരം. അറിയില്ല, നമുക്ക് എന്തായാലും ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും റയൽ മാഡ്രിഡ് ആദ്യത്തെ മാച്ച് വിജയിച്ചിട്ടുണ്ട്. ഇനി ലിവർപൂൾ നെറ്റ് ഉണ്ട്, സിറ്റി നെറ്റൊക്കെ ഡിസംബറിലാണെന്ന് തോന്നുന്നു. ലിവർപൂൾ നെറ്റ് അടുത്തൊരു മാച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ മാച്ചസ് ഉണ്ട്. ലിവർപൂളിൻ്റെ ആൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അവിടെ പോയ കളി ട്രെൻഡ് ഉണ്ടാവുമോ? ഇഞ്ചുറി ഉണ്ട്,
എന്താണ് ആ ഇഞ്ചുറിയുടെ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.